ശ്രീമദ് ഭാഗവതം ക്ലാസ് 138. നമ്മളിന്ന് സ്കന്ധം 6 19ാമത്തെ അധ്യായമായിട്ട് പുംസവന വ്രതാനുഷ്ഠാന വിധിയെ പറ്റിയാണ് പറയുന്നത്. വേദങ്ങളിൽ വളരെ ചുരുക്കിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് അതിനെ വിസ്തരിച്ച് പുരാണ കഥകളിലൂടെ പറഞ്ഞു. പിന്നെ ആത്മാവിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം, ബ്രഹ്മത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് യഥാർത്ഥത്തിൽ ഏകനായ ഈശ്വരനെ പറ്റിയുള്ള കാര്യം 108 ഉപനിഷത്തിലൂട്ടിയും പറഞ്ഞു. അവർക്കറിയാം, എന്നാലും അതിൻ്റെ അനുസരിച്ച് ആൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന എന്താണ്? എത്രയോ ഈശ്വരന്മാരുണ്ട്. പക്ഷേ വേദം ഏറ്റവും സൃഷ്ടി ഏതിൽ നിന്നും, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരൻ ഏകനാണ്, അത് ബ്രഹ്മമാണ്, അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതിൽ നിന്നും ഉണ്ടായ 33 കോടി വസ്തുക്കളെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. അന്നും ഈശ്വരനല്ല, അവർക്ക് ഈശ്വരനെ ഒട്ടും മനസ്സിലായിട്ടില്ല എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. എന്നിട്ടും നമ്മളെന്ത് ചെയ്യാണ്? മറ്റുള്ളവരെ വേറെ ഏതെല്ലോ മതങ്ങളാണ് ഏകനായ ഈശ്വരൻ എന്ന് പറയുന്നത്. നമ്മളെന്ന് പറയുന്ന എത്രയോ ഈശ്വരന്മാരുണ്ട്. അപ്പൊ ഇത്രയും വിസ്തരിച്ച് അവർ പലതിലൂട്ടി 108 ഉപനിഷത്തിലൂട്ടിയും ഏകനായ ഈശ്വരൻ എന്ന് പറഞ്ഞു തന്നിട്ടും നമുക്കത് മനസ്സിലാക്കില്ല. നമ്മൾ പുരാണ കഥ മാത്രമേ വായിച്ചുള്ളൂ. ഉപനിഷത്തൊന്നും വായിക്കുന്ന പരിപാടിയില്ല, വേദങ്ങൾ വായിക്കുന്ന പരിപാടിയില്ല. പുരാണ കഥകളിൽ കുറെ ദേവതകൾ കാണുമ്പോഴെല്ലാം ദേവത ഈശ്വരനാണെന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു. അതാണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക്. അപ്പൊ അവർക്കറിയാം ഇത് അത്ര പെട്ടെന്നൊന്നും തലയിൽ കയറുന്ന കാര്യമല്ല. ഈ ഈശ്വരൻ എന്ന ആ സങ്കല്പം തന്നെ, ആ ഈശ്വരൻ എന്ന സങ്കല്പം മനസ്സിലാത്തത് കൊണ്ട് തന്നെയാണ് അത് മതങ്ങളായിട്ട് മാറിയത്. എല്ലാ മതങ്ങളും, നമ്മൾ ഈ സനാതനം എന്ന് പറയുന്ന നമ്മൾ സനാതനം എന്ന് പറയുന്ന മതവും, ചിലര് ബുദ്ധമതം എന്ന് പറയുന്നതും, ചിലവര് ജൈനമതം എന്ന് പറയും, ചിലവര് അള്ളാ, യഹോവ, ഇങ്ങനെയെല്ലാം പറയുന്നതെല്ലാം മതങ്ങളാണ്. ആ മതങ്ങൾക്കൊന്നും ഈശ്വരനെ ശരിയായ നിലയിൽ മനസ്സിലായിട്ടില്ല. ഈശ്വരന് ഒരാളോട് ഒരു പക്ഷപാതമൊന്നുമില്ല. അല്ലാതെ ഈശ്വരൻ ഒരു വിഭാഗത്തെ കൈമലെടുത്തുകൊണ്ട് മറ്റേ വിഭാഗത്തെ അടിപിടി കൂടുക, ഇതൊന്നും ഈശ്വരന്റെ സ്വഭാവമല്ല. അതെല്ലാം വേറെ എന്തോ വ്യാഖ്യാനിച്ചുണ്ടാക്കിയ സംഗതികൾ. അല്ലാതെ ഈശ്വരൻ എന്ന് പറയുന്നത് അത് ഏകനാണ്, അതിന് രൂപവും ഭാവവുമില്ല, അതിന് ആരോടൊരു താല്പര്യവുമില്ല, ആരോടൊരു ബന്ധവുമില്ല, ആരുമായിട്ട് കൂട്ടുകൂടാൻ പോകുന്നില്ല. അതൊരു ലോകം ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റം സയൻസിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സയൻസ് തത്വപ്രകാരം ലോകം ഉണ്ടാകും. 4 ഘട്ടങ്ങളിലൂടെ ഒരു സുന്ദരമായ ലോകം ഉണ്ടാകും. അവസാനം വസുദൈവ കുടുംബം ഉണ്ടാകും. പിന്നെ അത് പ്രളയം വന്ന് നശിക്കും. പിന്നെ ഇങ്ങനെ ആ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിലത് തളിയിടുകയില്ല. ഇതാണ് വേദങ്ങൾ പറയുന്ന ഈശ്വര സങ്കല്പം. അത് മതങ്ങളിൽ അതൊന്നും അല്ല ഉള്ളത്. അതുമായിട്ട് അടുത്തുപോലും വരില്ല. കാരണം ഇത് മനസ്സിലായിട്ടില്ല. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേദങ്ങളിലുള്ളത് സയൻസ് തന്നെയാണ്. വേദങ്ങളിൽ ഉപനിഷത്തിലാണ് ഈ 108 ഉപനിഷത്തിലൂടെ ആ ബ്രഹ്മത്തെ പറ്റിയെല്ലാം വിസ്തരിച്ചത്. പുരാണ കഥകളിലൂടെ സയൻസ് കഥരൂപത്തിൽ അവതരിക്കുകയാണ് ചെയ്തത്. പ്രപഞ്ച രഹസ്യം മുഴുവനാണ് വേദത്തിലുള്ളത്. അപ്പം ഇതൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചില ദേശങ്ങളെല്ലാം ഇത് ബന്ധിപ്പിച്ചിട്ട് ഐതിഹ്യങ്ങളായിട്ട് ഈ കഥകളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് നഷ്ടപ്പെട്ടു പോകരുത്. ആൾക്കാർ ആ സ്ഥലങ്ങളിലെല്ലാം, ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ ചില പർവ്വതങ്ങൾ, ചില നദികൾ, അതെല്ലാമായിട്ട് കഥകളെ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതെല്ലാം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഈ കഥകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ കഥകളൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. പക്ഷെ കഥയിലുള്ള അർത്ഥം എന്തെങ്കിലും തിരിച്ചറിയുമെന്ന് അവർക്ക് വിശ്വാസമുണ്ട്. എന്തെങ്കിലും അതിൻ്റെ അർത്ഥം പിന്നിലുള്ള അവർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവർ മനസ്സിലാക്കും. അതേപോലെ നമ്മുടെ ജീവിതത്തിലെ ചില ആചാരങ്ങളുമായിട്ടെല്ലാം അവർ ഇതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു സംഭവമാണ് ഒരു പെൺകുട്ടി ആദ്യമായിട്ട് പ്രസവിക്കുന്ന അവസ്ഥ. ആദ്യം പ്രസവിക്കുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും.
അവർക്ക് പല സംശയങ്ങൾ, ഭയങ്ങൾ എല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഒരു പുംസവന വ്രതാനുഷ്ഠാനം എന്ന് പറഞ്ഞിട്ട് ഒന്നങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്. അതിലൂടെ അവർ കൈമാറാൻ ഉദ്ദേശിക്കുന്നത് പ്രപഞ്ച രഹസ്യമാണ്. യഥാർത്ഥത്തിൽ ആ ബ്രഹ്മം എന്താണ്, ആ ഈശ്വരൻ എന്താണ് എന്നുള്ള സത്യം അതിലൂടെ പറഞ്ഞു വെക്കുകയാണ്. അപ്പം അത് അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഭയം നീങ്ങും. അതിൻ്റെ അർത്ഥം അവർ മനസ്സിലാക്കിയിട്ട്, അല്ലാതെ ഒരു ചടങ്ങുമാരി പുംസവനക്രിയ വ്രതമെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, അവർക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണെങ്കിൽ അവർക്ക് ഈ ഭയത്തിൻ്റെ കാര്യമേ ഇല്ല. പ്രസവം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയായിട്ട് അവരങ്ങ് കാണും. ഇത് ഒന്നാമത്തെ പ്രസവത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രസവം കഴിയുമ്പോഴേക്കും പിന്നെ അവർക്ക് പിന്നെയുള്ള പ്രസവത്തിൽ വെച്ചിട്ടൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂയേ ഇല്ല. ഈ ഒന്നാമത്തേതിനാണ് പ്രയാസം. അതുകൊണ്ട് അതിനെ പിടിച്ചുകൊണ്ട് ഒരു വ്രതാനുഷ്ഠാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് പുംസവന വ്രതാനുഷ്ഠാനം. അതിലൂടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രസവത്തെ പറ്റി അവർക്ക് വലിയ ഭയമൊന്നും ഉണ്ടാവില്ല. അവര് അത് എന്താണെന്ന് നോക്കാം. അതിലൂടെ എന്താണ് പറയാൻ പോകുന്നത് വലിയൊരു രഹസ്യമാണ്. ഇത്രയും കാലം പറഞ്ഞ രഹസ്യം ഒന്നും കൂടി എടുത്തു പറയുകയാണ്. ഭയക്കേണ്ട കാര്യമില്ല. ആ ബ്രഹ്മം തന്നെയാണ് നമ്മളായി മാറിയത്. ആ ബ്രഹ്മം തന്നെയാണ് നമ്മളിലൂടെ ഇരുന്നു കൊണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെന്തിനാ ഭയക്കുന്നത്? ആ ബ്രഹ്മം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തിനൊരു ലക്ഷ്യമുണ്ട്, ഒരു കൊച്ചു വേണം, അത് തീരുമാനിച്ചിട്ടാണ് അതിത് ചെയ്യുന്നത്. അതിനൊരു കൊച്ചു വേണം, അടുത്ത തലമുറയിൽ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് യോജിച്ച ഒരു കുട്ടീനെ അത് ഉണ്ടാക്കിയെടുക്കുന്നു. അത് തന്നെയാണ് ഈ ശരീരമായി മാറിയത്. അത് തന്നെയാണ് ഉള്ളിൽ കിടന്നിലുകൊണ്ട് ഈ കുട്ടീനെല്ലാം ഉണ്ടാക്കുന്നത്. അത് നമ്മളെ ഇടയ്ക്ക് ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കുന്നതേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് ഇനി എന്തൊക്കെ സംഭവിച്ചു. ഒന്നും സംഭവിക്കില്ല. അത് എവിടെയാണ് എത്തിക്കേണ്ടത് അത് അവിടെ എത്തിച്ചു പോകും. അല്ലാതെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചല്ല. അതാണ് ആ കഥയും നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കഥ ഇവിടെ അവസാനം പറയുന്നത് കൊണ്ട് ആ കാര്യങ്ങളെല്ലാം അതിലേക്ക് വേണം. ഇവിടെ പറയുന്നത് ഓരോ ക്രമത്തിൽ നമ്മളങ്ങ് നോക്കിയിട്ട് പോകാം. ഒന്നിൽ പരീക്ഷിച്ച് രാജാവ് ചോദിക്കുകയാണ്, ബ്രഹ്മർഷേ, ഭവാൻ ചൊല്ലിയ പുംസവനമെന്ന വ്രതത്തിലൂടെ വിഷ്ണു പ്രസന്നനാകുമെങ്കിൽ അതിൻ്റെ അനുഷ്ഠാന പ്രകാരത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് അത് അനുഷ്ഠിക്കേണ്ടത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊരു വർഷം അനുഷ്ഠിക്കേണ്ടതാണ്. അപ്പം 2-3 ശ്രീ സുഖൻ പറയുകയാണ്, ഭർത്താവിൻ്റെ അനുവാദത്തോടെ, അപ്പം ഭർത്താവൻ ചേർന്ന് കൊണ്ട് വേണം ഈ പുംസവനം അനുഷ്ഠിക്കുവാൻ. കാരണം ഭാര്യയും ഭർത്താവും ഇതുകൊണ്ട് ചില ലക്ഷ്യമിടുന്നുണ്ട്. ഭാര്യയും ഭർത്താവും പ്രസവമായി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ വഴിക്ക് പിന്നെ താല്പര്യമൊന്നും ഇല്ലാതെ കഴിഞ്ഞാൽ കാര്യം ശരിയാവില്ല. ഭാര്യയ്ക്ക് എപ്പോഴും ഭർത്താവിൻ്റെ സാന്നിധ്യം ആ ഘട്ടത്തിൽ, ആദ്യ പ്രസവത്തിന് തന്നെ ആണ് ഇതെല്ലാം ഏറ്റവും കൂടുതൽ. അപ്പം ആ സാന്നിധ്യം ഉണ്ടാകുന്നത് ഒരു ബലമാണ്. അതുകൊണ്ട് ഭർത്താവിൻ്റെ അനുവാദത്തോടെ മാർഗശീർഷ മാസത്തിലെ, മാർഗശീർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഉത്തരായണത്തിലേക്ക് സൂര്യൻ കിടക്കുന്ന സമയത്ത്, അപ്പോഴാണ് ഈ വ്രതം തുടങ്ങേണ്ടത്. ഉത്തരായണത്തിൽ തുടങ്ങുമ്പോൾ സൂര്യൻ്റെ ബലം കൂടിക്കൂടി വരും. ഉത്തരായണത്തിൽ സൂര്യൻ്റെ ബലം കൂടിക്കൂടി വരുമ്പോൾ കുട്ടികൾക്കും കൂടിക്കൂടിയുള്ള വളർച്ച, പുരോഗതി എന്നതിൻ്റെ ഒരു സങ്കല്പമായിട്ടാണ് ആ പീരീഡ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്? വെളുത്ത പക്ഷത്തിലെ പ്രതിപദം മുതൽ, വെളുത്ത പക്ഷത്തിലെ പ്രതിപദം മുതൽ ചന്ദ്രനും ബലം കൂടിക്കൂടി വരും. അപ്പം സൂര്യനും ബലം കൂടിക്കൂടി
ചന്ദ്രനും ബലം കൂടിക്കൂടി വരുന്ന സമയത്താണ് ഇത് തുടങ്ങേണ്ടത്. അതായത് അതോടുകൂടി കുട്ടിയുടെ വളർച്ചയും ഏകദേശം ഒന്നിനൊന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും ആ തരത്തിൽ വരും എന്നുള്ളൊരു സങ്കല്പം, ജ്യോതിഷ സങ്കല്പം. ആ സമയത്ത് മരുത്തുക്കളുടെ കഥ വായിച്ചു കേൾക്കുക. മരുത്തുക്കളുടെ കഥ. അപ്പോൾ മരുത്തുക്കളുടെ കഥയിൽ നിന്നാണ് നമ്മൾ അതിന്റെ അർത്ഥം ഉൾക്കൊള്ളേണ്ടത്. എന്താണ് മരുത്തുക്കളുടെ കഥ? ദിതിയാണല്ലോ പ്രസവിക്കാൻ പോകുന്നത്. ഒരു കൊച്ചിനെ വേണം. എന്താണ് ലക്ഷ്യം? ഇന്ദ്രനെ കൊല്ലാൻ. എന്നിട്ട് ഇന്ദ്രനെ കൊന്നോ? പറ്റിയില്ല. അപ്പോൾ പ്രസവിക്കുന്ന ആള് തീരുമാനിക്കുന്നതല്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കുട്ടി ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും അതൊന്നും തീരുമാനിക്കേണ്ട കാര്യമില്ല. ഇവൾ ആഗ്രഹിച്ചത് ഒരു കുട്ടിയാണ്, അത് ഇന്ദ്രനെ കൊല്ലാനാണ്. എന്നാലും നടന്നത് ഒന്നല്ല, 49 കുട്ടികളും ഇന്ദ്രനുമായിട്ട് കൂട്ടുമായിരിക്കുകയാണ്. അപ്പോൾ ഇവൾ അത് ആരുടെ ആവശ്യമാണ്? വിഷ്ണുവിന്റെ ആവശ്യമാണ്. വിഷ്ണുവിന് 49 മരുത്തുക്കളുമാണ് ഈ പ്രപഞ്ചം ഉണ്ടാകാൻ. 49 മരുത്തുക്കൾ കൂടിയതാണ് പ്രപഞ്ചം. അത് കുട്ടികളായിട്ട് സങ്കല്പിച്ചപ്പോൾ മരുത്തുക്കൾക്ക് വിഷ്ണുവിന് 29 കുട്ടികളാണ് വേണ്ടത്. നല്ല ആയുസ്സുള്ള കുട്ടികളും തന്നെ വേണം. അപ്പൊ ഇവൾ ഉദ്ദേശമായൊന്നല്ല അവിടെ. അത് ഇന്ദ്രനുമായിട്ട് പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് നല്ല ദേവന്മാരുടെ സ്വഭാവമാണ്. പ്രപഞ്ചം ഉണ്ടാകുന്നത് ദേവന്മാരുടെ സ്വഭാവമാണ്. നശിപ്പിക്കുന്നതാണല്ലോ അസുരന്മാരുടെ. അപ്പോൾ ഇന്ദ്രനോട് ചേർന്ന് നിൽക്കുന്ന കുട്ടികളായിട്ട് മാറും. ഈ ഇന്ദ്രൻ എന്താണ് ആലോചിച്ചത്? ഈ കുട്ടീനെ വെട്ടി കൊല്ലാന്നാണ് ഇന്ദ്രൻ ഉദ്ദേശിച്ചത്. കുട്ടികളെ കൊന്നുകളയാനാണ് തീരുമാനിച്ചത് ഇന്ദ്രൻ. പക്ഷെ എന്ത് പറ്റിയില്ല? കുട്ടികൾ കൊല്ലുക മാത്രമല്ല, ഒരു കുട്ടീനൊക്കെ കുറേ നുറുക്കാക്കി വെക്കുമ്പോൾ ഓരോന്നും ഓരോ മക്കളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞത് പൊളിഞ്ഞു, ഇന്ദ്രന്റെ പരിപാടിയും പൊളിഞ്ഞു. അപ്പോൾ ആര് തീരുമാനിക്കുന്നതാണ് നടക്കുന്നത്? വിഷ്ണുവിനൊരു തീരുമാനമുണ്ട്. വിഷ്ണുവിനാണ് മക്കളെ വേണ്ടത്. ഇവരെല്ലാം അതിനകത്ത് നിമിത്തങ്ങൾ മാത്രം. അതുപോലെ കൊച്ചെ, ഒന്നാമത്തെ പ്രസവമല്ലേ, നീ വിഷമിക്കൊന്നും വേണ്ട. കുട്ടി എപ്പോൾ ഉണ്ടാകണം, എങ്ങനത്തെ കുട്ടി വേണം എന്നെല്ലാം വിഷ്ണു തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നടക്കും. ആര് വിചാരിച്ചാലും അതിന് ഇല്ലാതാക്കാനും പറ്റില്ല. നീ ആഗ്രഹിക്കുന്ന തരത്തിൽ കിട്ടണമെന്നും ഇല്ല. അതുകൊണ്ട് ഈ സത്യം കഥ മനസ്സിലാക്കണം. ഈ കഥ അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് വിഷ്ണുവാണ്, കാലമാണ്, അതിനൊരു കൊച്ചിനെ വേണം, അത് ഇവരിലൂട്ടി ഉണ്ടാക്കണം. അതിനെ ജനിപ്പിക്കണോ ജീവിക്കണോ എങ്ങനെ വേണമെന്നെല്ലാം തീരുമാനിക്കണം. അതാണ്. അതിൽ പിന്നെ ഈ പെൺകുട്ടിക്ക് ഒരു പങ്കുമില്ല. പെൺകുട്ടീൻ്റെ ഗർഭപാത്രം ഉപയോഗിക്കുന്നു എന്നതിൽ കവിഞ്ഞ്, രണ്ടുപേരുടെയും ജനിതഘടന എടുത്തു എന്നതിൽ കവിഞ്ഞ് വേറെ പ്രാധാന്യമൊന്നുമില്ല എന്നുള്ളതാണ് ആ സത്യം. ആ അർത്ഥത്തിൽ സത്യം മനസ്സിലാക്കിയാൽ പിന്നെ പ്രസവിക്കുന്ന ആദ്യ പ്രസവമായാലും എന്തിനാ ഭയക്കുന്ന? അപ്പൊ ആ കഥ കേൾക്കണം. പിന്നെ എന്ത് വേണം? ബ്രാഹ്മണരുടെ അനുവാദത്തോടെ ആരംഭിക്കണം. ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രാഹ്മണർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ ജാതി വ്യവസ്ഥയിലാണ് ചിന്തിക്കുക. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവര്, അനുഭവജ്ഞാനമുള്ളവര് പറയുന്ന അനുസരിച്ച്. അത് ഇന്നും പെൺകുട്ടികൾ അനുഭവജ്ഞാനമുള്ളവരോട് തന്നെയാണ് ചോദിക്കുക. ഒന്നിക്ക് ഡോക്ടറോട് ചോദിക്കും, അല്ലെങ്കിൽ പണ്ട് കാലത്ത് മുത്തച്ഛിമാര് പ്രസവിച്ചിട്ട് 5ഉം 10ഉം പണ്ടത്തെ മുത്തശ്ശിമാരിൽ എത്രയോ പ്രസവിച്ചതാണ്. അവരടുത്ത് പോയിട്ട് അവരാശ്വസിപ്പിക്കാൻ നീ ഭയക്കണ്ട. അവരാണ് ബ്രാഹ്മണര് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിൽ അറിവുള്ളവര്. അപ്പൊ അവരടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന മാതിരി തന്നെ മുന്നോട്ട് പോയാൽ മതി. അപ്പൊ അവർ പറഞ്ഞു തരും. ഇതെല്ലാം എല്ലാവർക്കും ഉള്ളതിനെ എനിക്കും പണ്ടുണ്ടായതാന്ന് പറയുമ്പോൾ ഇവർക്കൊരു സമാധാനം. അതിനുവേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തി ഓരോ ലക്ഷ്യം വെച്ചാണ്. അല്ലാതെ ഇതിലൊന്നും ആത്മീയതയൊന്നുമില്ല. ഇത് എല്ലാവർക്കും ഈ തരത്തിൽ തന്നെ പോകണം.
ബ്രാഹ്മണരുടെ അനുവാദത്തോടെ ആരംഭിക്കണം. പല്ല് തേച്ച് കുളിച്ച ശേഷം എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ്, സാധാരണ ഒരു ഗർഭിണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നും താല്പര്യമില്ല, അതുപോരാ. വളരെ എനർജറ്റിക്കായിട്ട് ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് വെണ്മയുള്ള നല്ല വൃത്തിയായിട്ട് വസ്ത്രം ധരിച്ച് രാവിലെ തന്നെ എഴുന്നേറ്റ് ആ ദിനചര്യയിലും കൃത്യമായിട്ട് പോവുക. സാധാരണ ഒരു ഗർഭിണിയായ പനിയായി, ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, ഇനി പ്രസവം കഴിഞ്ഞിട്ട് മതി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. അത് പോരാ. പ്രസവമായി എന്ന് വെച്ചിട്ട് നമ്മൾ ഈ വേഷഭൂഷാദികളെല്ലാം കളഞ്ഞ് ഇതിനൊന്നും ആവശ്യമില്ല. രാവിലെ തന്നെ എണീക്കുക, കുളിച്ച് പ്രഭാതത്തിൽ വെണ്മയുള്ള വസ്ത്രം ധരിക്കുക. പ്രാതലിന് മുമ്പ് ലക്ഷ്മിയോടുകൂടിയ നാരായണനെ ഭജിക്കുക. പ്രാതൽ കാലത്തിന് മുമ്പ് ലക്ഷ്മിയോടുകൂടിയ നാരായണൻ ഏകനല്ല, നാരായണനും ലക്ഷ്മിയും കൂടിയതാണ് പൂർണ്ണമാകുന്നത്. ദാമ്പത്യമാണ് അവിടെ പ്രധാനം. അതുകൊണ്ട് നാരായണിയും ലക്ഷ്മിയോടും കൂടിയിട്ട് തന്നെ ഭജിക്കണം. അതായത് ആ ദ്വയം, ഭാര്യ ഭർത്താവ് എന്ന സങ്കല്പത്തെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. 4 പറയാണ്, കാമിതങ്ങൾ തികഞ്ഞിരിക്കുന്ന ഭഗവാനെ. എൻ്റെ ഭഗവാനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ കാമനും, ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും ഭൗതികതയുടെ പിന്നിലുള്ള എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള എല്ലാം തികഞ്ഞിരിക്കുന്ന ഭഗവാനെ പരാപേക്ഷ കൂടാതെ നിന്തിരുവടിക്ക് എല്ലാം അറിയാം. മറ്റുള്ളവരുടെ അപേക്ഷയൊന്നും കൂടാതെ, പറഞ്ഞു കൊടുക്കാതെ തന്നെ നിന്തിരുവടിക്ക് എല്ലാം അറിയാം. നീ ഗർഭിണിയാണ്, നിന്റെ വയറ്റിലൊരു കുട്ടി ജനിക്കാനുണ്ട്, ആ കുട്ടി എപ്പം ജനിക്കും, അതെങ്ങനെയുള്ള കുട്ടിയായിരിക്കും, അതിനെന്താണ് പറ്റുക, ഇതെല്ലാം ആരും പറഞ്ഞു കൊടുക്കാതെ അതിനറിയാം. അതുകൊണ്ട് ഭഗവാനോട് കയറിയിട്ട് എൻ്റെ പ്രസവം ശരിക്ക് വരണേ മറ്റേതൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഭഗവാൻ ഇതെല്ലാം അറിയാം. ഞാൻ ഗർഭിണിയാണ്, നാളെ ഇന്ന സമയം പ്രസവിക്കുന്നെല്ലാം ഭഗവാൻ അറിയാം. അത് തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് ഇവള് മനസ്സിലാക്കേണ്ടത്. ഭഗവാനോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഗർഭിണിയാണ്, എൻ്റെ കാര്യമൊന്നും ഭഗവാനെ എൻ്റെ കാര്യമൊന്ന് എന്നെ ഒന്ന് നോക്കിക്കൊള്ളണേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതിന് ഇതെല്ലാം അറിയാം. അത് തന്നെയാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു മനസ്ഥിക അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ മന്ത്രം ചൊല്ലാൻ ഇത് ഓർക്കാൻ പറയുന്നത്. നമ്മളെ നീന്താത്തൊരു കരുക്കൾ മാത്രമാണ്. ബാക്കിയെല്ലാം ഇങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാല് പണ്ട് കാലത്തല്ല എത്ര എളുപ്പത്തിലാണ് പ്രസവിക്കുന്നത്. ഇന്നാവുമ്പോൾ രാവിലെ തൊട്ട് അന്നത്തെ ആദ്യത്തെ ദിവസങ്ങൾ മുതൽ തന്നെ ഡോക്ടറെ അടുത്ത് പോകുക, എന്തെല്ലാം ടെസ്റ്റ്, പരിശോധന. പണ്ട് കാലത്ത് ഇതൊന്നുമില്ല. കാലം എന്നിട്ട് മനുഷ്യന് ഇത്രയും കാലത്തോളം വന്നിട്ടില്ല. അപ്പൊ അതെല്ലാം ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമില്ല, പറയുന്ന അത്രയല്ല. പക്ഷെ നമ്മളെ മനസ്സിന് അധികം ഇതെന്തോ ഡോക്ടർമാരുടെ കൈകളിലാണ് കിടക്കുന്നത്, ഡോക്ടറിലേക്ക് ഒന്നും നടക്കില്ല, ഇങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസം ഒന്നിൻ്റെ ആവശ്യമില്ല. പ്രകൃതിയെ ഒരിതൊരു നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിച്ചിട്ട് പോകുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട്? ഭക്ഷണം കഴിച്ചിട്ട് ഡോക്ടറെ എനിക്ക് ഭക്ഷണം അങ്ങ് ദഹിക്കോ, വയറ്റ് കിടന്നാൽ അത് ദഹിക്കോ, അത് നമ്മുടെ ശരീരത്തിൽ എത്തുമോ എന്നെല്ലാം ഡോക്ടറെ അടുത്ത് ചോദിക്കുമോ? ഒന്നും ചോദിക്കുന്നിടത്ത് നിന്ന് അതങ്ങ് പോകുന്നു, ശരീരം വേണ്ട ചെയ്യുന്നു. അതുമാതിരി പ്രസവം അതരത്തിലങ്ങ് നടക്കും. പക്ഷേ ഡോക്ടറെ അടുത്ത് പോകുന്ന കുഴപ്പമൊന്നുമില്ല, ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ തന്നെ ഉപയോഗിക്കണം. ശാസ്ത്രം അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ മനസ്സിൽ എന്തുണ്ടാക്കണം? ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. എല്ലാവരും ഈ നാട്ടിൽ എത്രയോ പ്രസവിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഇതൊരു പ്രത്യേക കേസല്ല. ഇതാണ് ഇവിടെ അവർക്കൊരു ധൈര്യം കൊടുക്കുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും അങ്ങേർക്കറിയാം, നിന്റെ കാര്യമെല്ലാം അങ്ങേർക്കറിയാം. ആ നിന്തിരുവടിയെ നമസ്കരിക്കുക, ആ ശക്തിയിൽ മനസ്സർപ്പിക്കുക. അങ്ങനെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഈ ഗർഭം ഉണ്ടാക്കിയിരിക്കുന്നത്. അതതിൻ്റെ സമയത്ത് ഇപ്പോൾ പ്രസവിപ്പിക്കും. അല്ലാതെ അതിൽ പിന്നെ ഡോക്ടർക്കൊന്നും വലിയ കാര്യത്തില്ല. പിന്നെ ഡോക്ടർ ആവശ്യമുണ്ട്, ഡോക്ടർ വേണ്ട സഹായം. ഡോക്ടറെ സൃഷ്ടിച്ചത് ഈ ശക്തി തന്നെയാണ്. ആവശ്യം വരുമ്പോൾ ഡോക്ടർ വരികയും ചെയ്യും, ഡോക്ടർ കൈകാര്യം ചെയ്തോളൂ. ആ ശക്തി ഡോക്ടറെ നിയന്ത്രിക്കുന്നത്
ആ ശക്തി വിശേഷമാണ്. മഹാലക്ഷ്മിയുടെ നായകനും എല്ലാ ഐശ്വര്യങ്ങളുടെയും അധിപനായ അങ്ങേക്ക് നമസ്കാരം. അപ്പൊ അങ്ങയെ ചിന്തിക്കുക. ഒരു ശക്തിയുണ്ട്, ആ ശക്തിയുടെ തീരുമാനമനുസരിച്ചാണ് ഇതെല്ലാം നടക്കുന്നത്. നമുക്കിതിൽ ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. ഇത് ഈ അർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എന്തുണ്ടാവില്ല? ഒരു ഭയം ഉണ്ടാവില്ല, ജീവിതത്തിലും ഭയം ഉണ്ടാവില്ല. ആ പെൺകുട്ടിക്ക് മാത്രമല്ല, ലോകത്തില് ഒരു പെൺകുട്ടിക്കും ഭയമുണ്ടാവില്ല, ഒരു മനുഷ്യർക്കും ഭയമുണ്ടാവില്ല. കാരണം നമ്മളെല്ലാം ഇവിടെ കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചിട്ട് പിന്നെ നമ്മൾ എന്തിനാ വഹിക്കുന്നതാണ്. നമ്മൾ 100 വയസ്സുകാരാണ് ജീവിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തല്ലിക്കൊന്നാലും ആരും തല്ലിക്കൊന്നാലും നമ്മൾ ചാകാൻ പോകുന്നില്ല. അതെല്ലാം അങ്ങേര് നോക്കിക്കോളൂ. അപ്പൊ എത്ര ഫ്രീ ആണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ ഈ സത്യം എത്ര ഉപരിടത്തിലൊക്കെ പറഞ്ഞു തന്നാലും നമ്മളെ തലയിൽ കയറുന്നില്ല. നമ്മളെന്നിട്ട് ദൈവത്തിന്റെ പിന്നാലെ അമ്പലത്തിൽ പോയിട്ട് രക്ഷിക്കണേ, അത് തരണേ, ഇത് തരണേ, ഇത് തന്നാലും വല്ലതും നടക്കാൻ പോകുന്നതാണ്. ഭഗവാൻ തന്നെ പറയുന്നത് അങ്ങോട്ട് പോയി ചോദിക്കുന്നെന്ന് പറയുന്നത് അതൊന്നും ഭക്തിയല്ല. നിന്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരനുള്ളത്. പിന്നെ നീ ആരോടാണ് പോയി ചോദിക്കേണ്ടത്? എന്ത് വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത്? ഈ വ്രതത്തിലൂടെയും വേദങ്ങൾ പറഞ്ഞ വ്രതത്തിലൂടെ ചില ശാസ്ത്രതത്വങ്ങൾ ആ വ്യക്തിയിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാണ് വേണ്ടത്. എന്നിട്ട് 5 പറയുകയാണ്, നിന്ദരുവരുടെ കരുണയാലും ഐശ്വര്യത്താലും തേജസ്സിനാലും പ്രഭാവത്താലും മഹിമയാലും മറ്റെല്ലാ ഗുണങ്ങളാലും ഉള്ളവനാണ് നീ. എല്ലാം തികഞ്ഞവനാണ്. അങ്ങനെയുള്ളവരെല്ലാം തികഞ്ഞ കക്ഷിക്ക് നേരത്തെ പറഞ്ഞു നിന്റെ കാര്യം എല്ലാം അറിയാം, നീ പറഞ്ഞു കൊടുക്കാതെ തന്നെ അറിയാം. അങ്ങനെ ഒരു കക്ഷി അവിടെ ഇരിക്കുന്നുണ്ട്. സകലതിനും കഴിവുള്ളവനാണ്. അങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷമാണ് നിന്നിൽ ഗർഭമുണ്ടാക്കിയിരിക്കുന്നത്. അതിനൊരു കൊച്ചിന് വേണം. നിന്റെ ഗർഭപാത്രത്തിലൂടെ ഒരു കൊച്ചിനെ ഉണ്ടാക്കിയെടുക്കണം. അത്രയാണ് അതിന്റെ ലക്ഷ്യം. അതിന് നിന്റെ ഗർഭപാത്രത്തിൽ ഉണ്ടാക്കിയ സമയത്തും അത് ആ കൊച്ചിനെ അടുത്ത് പുറത്തേക്ക് എടുക്കുക. അതിൽ പിന്നെ നീ ഭയക്കുന്ന എന്തിനാണ്? എന്നിട്ട് ലക്ഷ്മി ദേവിയോട് പറയുകയാണ്, ശ്രീഹരിയുടെ പ്രിയെ മഹാമായെ, നീയാണ് മായയുടെ അല്ലേ. മായയാലാണ് നീ ഈ ഉള്ളിൽ കിടന്നിട്ട് ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് ഇവളെ പരവശയാക്കുന്നത്. ലക്ഷ്മി ദേവി മായയുടെയാണ് ഇവളിൽ എന്തുണ്ടാക്കുന്നത്? ഞാൻ എന്ന ചിന്ത. ഞാൻ എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ പിന്നെ എല്ലാം ഉത്തരവാദിത്തം അവർക്കാണ്. ഈ കൊച്ചിനെ രക്ഷിക്കണോ, അതിനെ ദൂരിയാക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ തടയിക്കൊണ്ടിരിക്കും. ഈ കൈ തടയുകൊണ്ട് എന്താകാനാണ്? നടക്കുന്നതിൻ്റെ അടക്കത്തെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ശക്തി നടത്തുന്നുണ്ട്. പിന്നെ നമ്മളെന്ത് ചെയ്യാനാണ്? എന്റെ സർവേശ്വരന്റെ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയോളായവളെ, സൗഭാഗ്യശാലിനി, ലോകജനനി, നിന്തിരുവടിക്കും നമസ്കാരം. അതിനൊന്നും നമസ്കാരം പറഞ്ഞേക്കുക. എനിക്കായി പ്രസാദിക്കണേ. അത്രയേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എൻ്റെ നേരെ പ്രസാദിക്കണം. കാരണം ഈ ഉണ്ടാകാൻ പോകുന്ന കൊച്ച് ഭൗതികമാണ്, പ്രകൃതിയുടെ ഭാഗമാണ്. മറ്റേത് പുരുഷനാണ്, ഇത് പ്രകൃതിയാണ്. പക്ഷെ പുരുഷന്റെ തീരുമാനം അനുസരിച്ചാണ് പ്രകൃതിയിൽ സംഭവിക്കുന്നത്. 7 മഹാഭാവത്തോടു കൂടിയവനും ഐശ്വര്യദേവിയുടെ കാന്തനും സമഗ്ര ഐശ്വര്യങ്ങളുടെ നാഥനുമായ പരമപുരുഷോത്തമനായ അവിടത്തേക്ക് സേനാപതികളോടുകൂടിയ അങ്ങേക്ക് പൂജ അർപ്പിക്കട്ടെ. ഞാൻ നിനക്കായിട്ട് പൂജ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചില ചടങ്ങുകൾ പറയുന്നുണ്ട്. എന്താണ് ആ പൂജ? പൂജ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കുറേ സാമഗ്രികളെല്ലാം വാങ്ങിയിട്ട് വിളക്കും കത്തിച്ചിട്ട് ഇങ്ങനെ ആക്കുന്ന ചിന്തയാണ് കയറി വരുന്നത്. പൂജ എന്ന് പറയുമ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഈ മന്ത്രത്തോടെ ദിവസവും ശ്രീ മഹാവിഷ്ണുവിനെ പൂജിക്കണം. എങ്ങനെയാണ് പൂജ? എങ്ങനെയാണ് വരുന്നത്? ആവാഹനം. ആവാഹനം എന്ന് പറഞ്ഞാൽ ആ ഈശ്വരനെ ആവാഹിക്കുക. ഈ ആവാഹനം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ശരിക്കും നമുക്ക് മനസ്സിലായിട്ടില്ല. ഈശ്വരനെ പുറത്തുനിന്ന് എന്തിനാണ് ആവാഹിക്കുന്നത്? വേദം തന്നെ പറയുന്നത് ഈ ശരീരം തന്നെ ഈശ്വരനാണ്.
ഈ ശരീരത്തിന്റെ ഉള്ളിൽ കിടന്നിട്ട് കളിപ്പിക്കുന്നതും ആ ഈശ്വരനാണ്. പിന്നെ പുറത്തുനിന്നൊരു ഈശ്വരനെ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ആവാഹിക്കാനുണ്ടോ? അപ്പൊ ആവാഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മളതിനെ തെറ്റായി ധരിച്ചിരിക്കുന്നുണ്ട്. ഒരു കല്ലില് ബിംബത്തിൽ ഈശ്വരനെ ആവാഹിക്കുക. കല്ല് തന്നെ എന്താണ്? ബ്രഹ്മമാണ്. അതിൻ്റെ അകത്തുള്ളതും എല്ലാം ബ്രഹ്മമാണ്. പിന്നെ അതിനകത്ത് ഈശ്വരനെ ആവാഹിച്ചു കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? ഇവിടെ എന്താണ് ആവാഹനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെ മനസ്സിനെ ആ ഈശ്വരിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരിക. മനസ്സിൽ അതിന് വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആ കുളിച്ചെല്ലാം തയ്യാറായിരുന്നിട്ട് വിഷ്ണുവിനെ ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഞാൻ ഈശ്വരനാണ്, ആ ശക്തിയാണ് ഞാനായി മാറിയിരിക്കുന്നത് എന്ന സത്യം മനസ്സിലേക്ക് ആവാഹിക്കുക. പിന്നെയോ അർഘ്യം ജലം നൽകുക. ആർക്കാണ് ജലം നൽകേണ്ടത്? നമ്മള് ആദ്യം തന്നെ നമ്മളെ ഉള്ളിലേക്ക് ജലത്തെയാണ് ആദ്യ ചടങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജലം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. ശരീരത്തിന്റെ ശുചീകരണത്തിന്, ശരീരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വെള്ളം അത്യാവശ്യമാണ്. അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കണം. ഗർഭിണികളായാലും വെള്ളത്തിൻ്റെ ആവശ്യം, വെള്ളത്തിൻ്റെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അറിവ് കുറഞ്ഞു പോകരുത്. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതിനെ പറ്റിയുള്ള പ്രാധാന്യം, വെള്ളത്തിൻ്റെ പ്രാധാന്യം. പിന്നെയോ പാദ്യം എന്ന് പറഞ്ഞാൽ കാൽ കഴുകാനുള്ള ജലം, അതായത് ശരീരശുദ്ധിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം ആന്തരികമായ ശുദ്ധി, അതാണ് ജലം അകത്തേക്ക്. നമ്മുടെ ശരീരത്തിൻ്റെ ശുചി നടക്കുന്നത് ജലത്തിലൂടെയാണ്. നമ്മൾ അധികം ചൂട് ശരീരത്തിലുണ്ടെങ്കിൽ അതെല്ലാം ജലത്തിലൂടെയാണ് പുറത്തേക്ക് കളയുന്നത്. ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്താൻ ആന്തരിക ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ് ജലം. ജലത്തിന് അത്യം പ്രാധാന്യമുണ്ട്. പാഠ്യം എന്ന് പറയുമ്പോൾ ബാഹ്യ ശുചീകരണം, കാല് കഴുകുക എന്ന് പറഞ്ഞാൽ കാലാണല്ലോ ഏറ്റവും മോശമാവുന്നത്. കാല് കഴുകിയാൽ അതാണ് ഏറ്റവും ആദ്യമായിട്ട് കഴുകേണ്ടത്, കാല് തന്നെയാണ്. മറ്റുള്ളവരെ കട്ടിയും വേസ്റ്റ് ആകുന്നത്. അതുകൊണ്ട് ആർത്ഥത്തിലൊന്നും എടുക്കണ്ട. ബാഹ്യ ശുചീകരണം, ആന്തരിക ശുചീകരണം, ബാഹ്യ ശുചീകരണം, അതിനുള്ള പ്രാധാന്യം. അതെല്ലാം ആരെയാണ് നമ്മൾ ശുചിയാക്കുന്നത്? ഈ ശരീരം ബ്രഹ്മമാണ്. ഈ ശരീരത്തിലുള്ള ഉള്ളിലുള്ള അതിനെയും ശുദ്ധീകരിച്ചെടുക്കുക. അതാണ് പാദ്യം. പിന്നെന്താണ്? പിന്നെയുള്ളത് ആചമനമാണ്. അതിൻ്റെ ശേഷം സ്നാനമാണ്. ആചമനം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ ബാഹ്യ ശുചീകരണം തന്നെയാണ്. നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ജലത്തിൻ്റെ ബാഹ്യ ശുചീകരണമാണ്. ജലത്തിൻ്റെ പ്രാധാന്യമാണ് നേരത്തെ ഇമ്പോർട്ടൻസിൽ പറഞ്ഞത്. ഇത് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ശുചിയാക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ് ആചമനം എടുക്കേണ്ടത്. സ്നാനം എന്ന് പറയുമ്പോൾ ശാരീരികവും മാനസികവുമായ എല്ലാ ശുചീകരണമാണ് സ്നാനത്തിൽ വരേണ്ടത്. പുറത്തും അകത്തും എല്ലാം ശുദ്ധമാക്കും. മനസ്സിനെ ശുദ്ധമാക്കുന്നതിനാണ് സ്നാനം ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിന് കൂടി അതിൽ പ്രാധാന്യം വരുന്നുണ്ട്. ഇപ്പോൾ ആന്തരിക സ്നാനവും ബാഹ്യ സ്നാനവും എല്ലാം അതിൽ വരണം. മനസ്സിൽ ആന്തരിക സ്നാനം എന്ന് പറയുമ്പോൾ വെള്ളം കഴുകുക മാത്രമല്ല, മനസ്സിനെ ശുചീകരിക്കുക എന്ന നമ്മുടെ മനസ്സ് ശുദ്ധമാകണം. വെറുതെ കുടിച്ചിട്ടൊന്നും കാര്യമില്ല. മനസ്സിൽ ദുഷ്ടതകൾ ഉണ്ടെങ്കിൽ, അപ്പം ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാഹ്യവും ആന്തരികവുമായ മാനസികപരമായ ഒരു ശുചിത്വം ഉണ്ടാക്കിയെടുക്കാനാണ് ഉള്ള പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. ഇതിലൂടെയെല്ലാം നമ്മൾ ഈ കുട്ടി എല്ലാം ശുദ്ധമായിട്ട് ദേഷ്യോ കോപം ഇതൊന്നുമില്ലാതെ ശുദ്ധമായ ഒരവസ്ഥയിൽ, നല്ല ഒരു കാമായ അവസ്ഥയിൽ വേണം ഗർഭിണികൾ കഴിയാൻ. സംഘർഷങ്ങളൊന്നും മനസ്സിൽ പാടില്ല. കാരണം അതെല്ലാം കുട്ടിയുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കും.
അതുകൊണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ശുചീകരണവും സ്നാനത്തിൽ പെടുന്നത് തന്നെ. ആ അർത്ഥത്തിൽ അതിനെ എടുത്തിട്ട് പിന്നെയുള്ളത് വസ്ത്രമാണ്. വസ്ത്രം എന്ന് പറഞ്ഞാലോ ശുദ്ധമായ ശരീരത്തിന് യോജിച്ച വസ്ത്രധാരണം. അത് തന്നെയാണ് കുളിച്ചതിൻ്റെ ശേഷം നമ്മൾ ചെയ്യുന്ന എന്താണ്? അനുയോജ്യമായ നല്ല ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംവിധാനം വേണമെന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. യജ്ഞോപവീതം ധരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ യജ്ഞോപവീതം എന്ന് പറയുന്നത് അതിലൂടെയാണ് പ്രപഞ്ച സൃഷ്ടിയെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് ഈ പ്രപഞ്ചമായി മാറിയതിൻ്റെ പ്രതീകമാണ് യജ്ഞോപവീതം ധരിക്കൽ. അത് പണ്ട് പറഞ്ഞു കഴിഞ്ഞതാണ്, അതിലേക്ക് കടക്കുന്നില്ല. അത് കെമിസ്ട്രിയായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ആഭരണങ്ങൾ അണിയുക, അതായത് വസ്ത്രം ധരിച്ചു ആഭരണങ്ങളെല്ലാം സാധാരണ പ്രസവത്തിൻ്റെ ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാം ഒഴിയുക, അതൊന്നും പാടില്ല. എന്ത് വേണം? എപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കണം. യഥാർത്ഥത്തിൽ ഈ പ്രസവം എന്ന് പറയുന്നത് അത്ര എന്തോ ഒരു പ്രത്യേക സംഭവമൊന്നുമല്ല. ഇതൊരു ശരീരത്തിന്റെ ധർമ്മമാണ്. അതുകൊണ്ട് ആ കാലത്തിലെ വസ്ത്രങ്ങളൊന്നും അടഞ്ഞൂട. പണ്ട് കാലത്ത് ഈ പ്രസവപ്പെട്ട സ്ത്രീകൾക്കെല്ലാം പ്രത്യേക റൂമെല്ലാം മാറ്റി താമസിക്കും. കാരണം അവർക്ക് അങ്ങനെ ഒരു വേർതിരിക്കുന്ന ഒരു പ്രസവത്തിന് മാത്രമല്ല പലതിനും ഉണ്ട്. അതിലേക്കൊന്നും ഇപ്പം കടക്കുന്നില്ല. അപ്പോൾ ഒരു അശുദ്ധിയുണ്ട് എന്നല്ല ഒരു ചിന്തയെല്ലാം ഉണ്ട്. ഈ പ്രസവം എന്ന് പറയുമ്പോൾ ഒരു നല്ല പരിപാടിയില്ല എന്നല്ല എന്തെല്ലാം ഒരു ധാരണയുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം പോട്ടെ, അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ അതൊന്നുമല്ല. പെൺകുട്ടികൾ എന്ത് വേണം? വസ്ത്രങ്ങളെല്ലാം ധരിച്ച് ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് പഴയ പോലെ തന്നെ ചന്ദനം, പുഷ്പം, ഇതെല്ലാം ചന്ദനം വാരി തേക്കോ പുഷ്പാണിയോ ദീപങ്ങളെല്ലാമായിട്ട് നൈവേദ്യം നൽകുക. നൈവേദ്യം നൽകുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ അർപ്പിക്കണം. നൈവേദ്യം ആർക്കാണ് നൽകേണ്ടത്? ഭഗവാനാണ് നൽകേണ്ടത്. ഭഗവാനെയാണ് നമ്മൾ മനസ്സിലേക്ക് എടുത്തിരിക്കുന്നത്. ഈ ഭഗവാൻ തന്നെയാണ് ഒരു കൊച്ചായിട്ട് ജനിക്കാൻ പോകുന്നത്. ഭഗവാനാണ് കൊച്ചായിട്ട് ജനിക്കാൻ പോകുന്നത്. ആ ഭഗവാൻ തന്നെയാണ് ആ കൊച്ചിന്റെ ശരീരം. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഭഗവാനാണ്. ആ ബ്രഹ്മം തന്നെയാണ് ഈ ശരീരമായി മാറിയതും അതിൽ ആത്മാവായി കൂടിയതും. അതേപോലെ ഈ കൊച്ചിലും ഭഗവാൻ തന്നെയാണ് കൊച്ചായിട്ട് രൂപപ്പെടുന്നതും ഭഗവാനിൽ തന്നെയാണ് ആത്മാവ് കയറാൻ പോകുന്നത്. അപ്പോൾ ആ ഭഗവാന് വേണ്ട സഹായങ്ങളാണ് നമ്മൾ ഭഗവാനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, അതാണ് ആവാഹനം ചെയ്തുകൊണ്ട് വേണ്ട നിവേദ്യങ്ങളെല്ലാം അതിനിഷ്ടം മാറ്റി കൊടുക്കണം. പക്ഷെ ഇതാണ് ഇതിൻ്റെ അർത്ഥം. ചെയ്യുമ്പോൾ വേണമെങ്കിൽ സാധാരണ ജനത്തിന് വേണ്ടിയാണെങ്കിൽ ഈ അമ്പലങ്ങളെല്ലാം സാധാരണ ജനത്തിന് വേണ്ടിയാണ്. അപ്പൊ അവർക്കൊരു വിഗ്രഹമെല്ലാം വെച്ചിട്ട് ഇതെല്ലാം അതിന് കൊടുക്കുന്ന മാതിരിയാക്കും. അതിന് കൊടുത്താൽ അവസാനം ഉള്ളിൽ തന്നെ കഴിച്ചേ പറ്റൂ. ഈ കഴിക്കുമ്പോഴും ഉള്ളിൽ തന്നെയാണ് കഴിക്കുന്നത്. ഭഗവാന് കൊടുത്താലും ഇപ്പൊ പൊങ്കാരി ഇട്ടാലും അവസാനം തിന്നുന്ന നമ്മൾ തന്നെയാണ്. ഈ ഉള്ളിലുള്ള ഭഗവാനെ തന്നെയാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ആ ഭഗവാൻ അവിടെ ഇരുന്നിട്ട് തിന്നുന്നൊന്നുമില്ല. അത് സാധാരണക്കാരന് ഉള്ളിൽ ദൈവം ഉണ്ടെന്ന് ഇപ്പം പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മൾ ആ ഭഗവാൻ തന്നെയാണെന്നുള്ള കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം മായയിൽ അകപ്പെട്ട് അജ്ഞാനിയായി കഴിയുന്നവനാണ്. അവന് പുറത്തൊരു ബിംബം എന്തെങ്കിലും ഉണ്ടെങ്കിലേ അവനത് വിശ്വാസമാകും. നേരത്തെ പറഞ്ഞ ഭർത്താവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം. ആര്? ഭർത്താവത്ത് ദൈവം. ഭർത്താവിനെ ഒരുമാതിരി ആക്കിക്കൊണ്ട് നടക്കും. എന്നിട്ട് വേറെ ബിംബത്തിന്റെ പിന്നാലെ പോകും. അത് ദൈവത്തിന്റെ ഈശ്വരന്റെ നേരെയല്ല പോകുന്നത്, ദേവതകളുടെ പിന്നാലെ. വേദം തന്നെ പറയുന്നു ഈ ദേവതകൾ എന്ന് പറയുന്ന എന്നല്ല, ഇതിനെല്ലാം മൂക്ക് കയറിട്ടിട്ട് വിഷ്ണുവിനും ശിവനുമെല്ലാം മൂക്ക് കയറിട്ട കാളയെ പോലെ കയറിട്ടിട്ട് പിടിച്ചിരിക്കുകയാണ് ആ ഈശ്വരൻ.
നമ്മളെ മൂക്ക് കയറിട്ടിട്ട് പിടിച്ചിരിക്കുകയാണ്, ഓരോ ജോലി ചെയ്യിപ്പിക്കുകയാണ്. ആ ഈശ്വരന്റെ പിന്നാലെയാണ്, ആ ഈശ്വരന്റെ പിന്നാലെയല്ല, ആ ദേവതയുടെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഉള്ളിൽ ആരുണ്ട്? ആ ദിവ്യമായ ഈശ്വരനുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് എത്ര പറഞ്ഞാലും തലയിൽ കയറില്ല. അതുകൊണ്ട് ശരി, നിങ്ങൾ ബിംബം വെച്ചിട്ട് ചെയ്യോ എന്തോ ചെയ്യും. പക്ഷെ അവസാനം എന്താണ് ചെയ്യുന്നത്? നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ന് പറഞ്ഞാൽ ആർക്കാണ് കൊടുക്കുന്നത്? ഉള്ളിലുള്ള ആ കൊച്ചിനെ തന്നെയാണ്. കൊച്ചു തന്നെയാണ് ബ്രഹ്മമായിട്ട് ബ്രഹ്മ വേറൊരു രൂപത്തിൽ അവതരിക്കാൻ പോകുന്നത്. ഓ നമോ എന്നിത്യാദി എന്നീ തുടങ്ങി സ്വാഹകൾ അവസാനിപ്പിക്കണം എന്ന മന്ത്രം അഗ്നിയിൽ 12 ആഹൂതി നൈവേദ്യം അർപ്പിക്കണം, 12 പ്രാവശ്യം. അപ്പൊ ഇതിലൂടെയെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അതായത് നമ്മുടെ ഉള്ളിൽ ആ ബ്രഹ്മം തന്നെയാണ് കയറി, ആ ഈശ്വരനാണ് നമ്മുടെ ഉള്ളിൽ കയറി വന്നിട്ട് ജനിക്കാൻ പോകുന്നത്. ഇതാണ് ഉപനിഷത്തിന്റെ തത്വം. നാം തന്നെയാണ് ഈശ്വരൻ. പുതിയൊരു കൊച്ചു ഈശ്വരൻ ജനിക്കാൻ പോവുകയാണ്. ബ്രഹ്മം തന്നെയാണ് ഈശ്വരനായിട്ട് ശരീരമായിട്ട് വരുന്നതും അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നതും ഇനി അവരെ കൊണ്ട് കളിപ്പിക്കുന്നതും ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട്. അപ്പൊ ആ ഈശ്വരനാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്തെല്ലാം നിവേദ്യം ചെയ്യണം? ഈ പറഞ്ഞ നിങ്ങൾ ഈ പുറത്തെന്തല്ലാണോ നിവേദ്യങ്ങൾ കൊടുക്കുന്നത്, അതിലെന്തുണ്ട്? ഫാറ്റ് ഉണ്ട്, കൊഴുപ്പുണ്ട്, വൈറ്റമിൻ എല്ലാം ഉണ്ട്. കൊടുക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഒന്ന് അനലൈസ് ചെയ്തു, ലാബ് കൊടുത്തു നോക്കി. പഴങ്ങൾ കൊടുക്കും, പശു നെയ്യ് കൊടുക്കും, ഇതെല്ലാം കൊടുക്കുക. അരി എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. അതെല്ലാം ലാബിൽ കൊണ്ടുപോയി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താ ഉണ്ടാവും അറിയാം. ശരീരത്തിന് വേണ്ട എല്ലാ വസ്തുക്കളും. അതെന്നിട്ട് നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിലും കഴിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യില്ല. ഇപ്പൊ ഈ ഈശ്വരനാണല്ലോ എന്ന് വെച്ചിട്ട് ഇതെല്ലാം വാങ്ങിയിട്ട് കടം വാങ്ങിയിട്ടെങ്കിലും ചെയ്യിപ്പിക്കും. അങ്ങനെയെങ്കിലും ഈ അത് തിന്നിട്ട് കൊച്ചിന് ആ ഗുണം കിട്ടും. അല്ലെങ്കിൽ ആ അടക്കടക്കിട്ട് കൊടുക്കണ്ട. അപ്പൊ ആധാരെല്ലാം വെച്ചതിന് അങ്ങനെ ചില ലക്ഷ്യങ്ങളെല്ലാം ഉണ്ട്. എൻ്റെ 9 പറയാണ്, സമ്പത്ത് അഭിലഷിക്കുന്നവർ ലക്ഷ്മിയെയും വിഷ്ണുവിനെയും ദിവസവും ഭക്തിയോടെ പൂജിക്കുക. സമ്പത്താണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്മിയെയും കൂടി കൂട്ടിക്കൊള്ളു. കാരണം സമ്പത്തും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഭൗതികതയുടെ പ്രതീകാരാണ് ലക്ഷ്മിയാണ്. പ്രകൃതി ലക്ഷ്മിയാണ്, മറ്റേത് പുരുഷനാണ്. ഭക്തിയോടെ ഭൂമിയിൽ ദണ്ട് പോലെ വീണ് നമസ്കരിക്കണം. എന്നിട്ട് ഭൂമിയിൽ ദണ്ട് പോലെ വീണ് നമസ്കരിക്കണം. പത്ത് പ്രാവശ്യം മൂലമന്ത്രവും അനന്തരം സ്തോത്രവും ജപിക്കുക. ഈ മൂലമന്ത്രം ഇതെല്ലാം തന്നെയാണ് പറയുന്ന വിഷയങ്ങൾ. മൂലമന്ത്രത്തിലായാലും ഏതിലായാലും ഈ തത്വങ്ങളാണ് പറയുന്നത്. ഈ തത്വം മനസ്സിലാക്കുക. 11 പറയാണ്, എല്ലാ ലോകത്തിന്റെ കാരണവും എല്ലാ ലോകമുണ്ടാകുന്നതിന്റെ പിന്നിലുള്ള കാരണം ആ ഈശ്വരനാണ്. അപ്പൊ ഈ കൊച്ചുണ്ടാകുന്നതിന്റെ കാരണമാരാണ്? ആ ഈശ്വരനാണ് കൊച്ചുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിനല്ലേ ഉത്തരവാദിത്വം. പിന്നെ നമ്മൾ ഈ 1ാമത്തെ പ്രസവമായോണ്ട് പേടിക്കുന്ന എന്തിനാണ്? എങ്ങും നിറഞ്ഞിരിക്കുന്നവനും അങ്ങു തന്നെ. ഇതാണ് മന്ത്രത്തിൽ പറയുന്നത്. എങ്ങും നിറഞ്ഞിട്ടുണ്ട്. ആ ഈശ്വരനെ നിങ്ങൾ തടഞ്ഞെടുക്കാനൊന്നും പോണ്ട, നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ഈശ്വരനാണ് കുട്ടീനെ ജനിപ്പിക്കാൻ പോകുന്നത്. പിന്നെ നീ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? നീ വെറും ഒരു ഗർഭപാത്രം മാത്രം. നിന്റെ ഗർഭപാത്രം ഉപയോഗിച്ചു, നിന്റെ രക്തത്തിൽ നിന്നുള്ള സാധനമല്ല ആ ഈശ്വരൻ അതിനകത്ത് നിന്ന് ചുരട്ടിയിട്ട് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഈ അർത്ഥത്തിലെടുക്കുക. ആ ശക്തി വിശേഷമാണ് നിന്റെ ശരീരത്തിൽ നിന്ന് ഊറ്റിയിട്ട് ആ കൊച്ചിന് കൊടുക്കുകയാണ്, നീ അറിയാതെ. അല്ലാതെ നമ്മളെല്ലാം ഊറ്റി കൊടുക്കുന്നത്. ഈ പെങ്കൊച്ചല്ല രക്തത്തിൽ നിന്ന് ഊറ്റിയിട്ട് അതിന് കൊടുക്കുന്നത്. അതാ ശക്തി വിശേഷമാണ്. പ്രകൃതിയായി പ്രതിഭാസിക്കുന്ന മായാശക്തി ഭഗവതി തന്നെ. ആ പ്രകൃതിയായിട്ട് വരുന്നത് ആ ഭഗവതിയാണ്. ആ പ്രകൃതിയായിട്ട് ആ ശരീരം ഡെവലപ്പ് ചെയ്യുന്നത് ഭഗവതിയാണ്.
ഭഗവതി തന്നെയാണ് കൊച്ചിന്റെ ആ ശരീരമായി രൂപാന്തരം പ്രാപിച്ചു വരുന്നത്. ആ ശക്തി തന്നെയാണ് അതിന്റെ ജീവനായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാല് പ്രസവിക്കുന്നാക്കുന്നുണ്ടാവില്ല, ഒരു പേടിയും ഉണ്ടാവില്ല. ഇതൊന്നും അറിയാത്തവരാണ് ഈ അന്തം വിട്ട് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. പറഞ്ഞാൽ എന്നാൽ അങ്ങനെയെങ്കിലും മനസ്സിലാക്കിയിട്ട് ഈ രഹസ്യം മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. 12 ആ മായാശക്തിയുടെ നിയന്താവും അങ്ങ് തന്നെയാണ്. ഈ ലക്ഷ്മി ദേവിയെ നിയന്ത്രിക്കുന്ന ആര് തന്നെയാണ്? ആ ശക്തി തന്നെയാണ്. എല്ലാ യജ്ഞവും അങ്ങ് തന്നെയാണ്. ഈ പ്രസവം എന്ന് പറയുന്നത് യജ്ഞം അങ്ങ് തന്നെയാണ്. ഈ പ്രസവം എന്ന യജ്ഞവും അങ്ങ് തന്നെയാണ്. അപ്പൊ അങ്ങ് തന്നെയാണ് പ്രസവം എന്ന യജ്ഞം നടത്തുന്നത്. പിന്നെ നമ്മളിത് ഡോക്ടറല്ല, ഡോക്ടറൊന്നും അതിൻ്റെ അകത്തൊന്നുമല്ല. ഡോക്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഈ ശക്തി തന്നെയാണ്. കാരണം ഡോക്ടറിൻ്റെ അകത്തുള്ളതും ആ ശക്തി തന്നെയാണ്. ഇപ്പൊ ഡോക്ടറിനെ ഉപയോഗിച്ചുകൊണ്ടൊന്നിട്ടില്ല. ഡോക്ടറെ വിളിക്കാതെ ചിന്താഗതി ഉണ്ടാക്കുന്നതും അങ്ങ് തന്നെയാണ്. ദേവി യജ്ഞ സമാപ്തിയാണ്. ആ യജ്ഞത്തിലൂടെ ഉണ്ടാകുന്ന ആ കൊച്ച്, ഭൗതികമായ കൊച്ച് ദേവിയാണ്. അപ്പൊ കൊച്ചാരാണ്? ദേവിയാണ്. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആശാനാരാണ്? ഭഗവാനാണ്. ദേവി ലൗകിക കർമ്മവും അവിടുന്ന് ഭോക്താവായ ജീവനുമാണ്. അപ്പൊ ആ കൊച്ചായിട്ട് വരുന്നത് ആ ദേവിയാണ്. കൊച്ചായിട്ട് വരുന്നതും അതിൻ്റെ അകത്തുള്ള ജീവൻ എന്ന സാധനം ആ ഈശ്വരനുമാണ്. അപ്പൊ അത് തന്നെയാണ് ഇറങ്ങി വരുന്നത്. പിന്നെ അതിന് നമ്മൾ എന്ത് സഹായിക്കാനുള്ളത്? നമുക്ക് സഹിക്കാനുള്ളത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നിവേദിച്ചു കൊള്ളുക. അതിന് വേണ്ടത് തിന്നു കൊടുത്തുകൊള്ളുക. അതേ നമുക്ക് ജോലിയുള്ളൂ. അതിന് വേണ്ട ശുദ്ധമായി നടക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക, ശാന്തമായ മനസ്സുണ്ടാക്കുക. അത് ചിലപ്പോൾ ആ കൊച്ചിനെ എഫക്റ്റ് ചെയ്യും. കൊണ്ട് ഭയമൊന്നുമില്ലാതെ വളരെ ലളിതമായിട്ട് സാധാരണ നിലയിൽ അതിന് വേണ്ട ഭക്ഷണങ്ങളെല്ലാം നിവേദിച്ചുകൊണ്ട് ജീവിച്ചാൽ മതി. ഇനി 13 ദേവി ഗുണത്രയങ്ങളുടെ വ്യക്തിഭാവം, ത്രിഗുണങ്ങളുടെയാണ് ദേവി എന്ത് ചെയ്യുന്നത്? ആ വ്യക്തിയായിട്ട് പ്രഭാവിക്കുന്നത്. അങ്ങ് അതിനെ വ്യഞ്ജിപ്പിക്കുന്ന കാലശക്തിയുമാണ്. കാലമാണ് ഈ കൊച്ചിനെ വളർത്തുന്നതിന്. കാലത്തിനനുസരിച്ചാണ് കൊച്ച് രൂപാന്തരം പ്രാപിക്കുന്നത്. അപ്പൊ ആ കാലശക്തിയാണ് ഭഗവാൻ. ആ ശക്തിക്കനുസരിച്ച് ഇതിൻ്റെ അകത്ത് ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഭഗവതിയാണ്. അപ്പൊ നമ്മളെ ഉള്ളില് ഈശ്വരൻ തന്നെയാണ് ഈ എല്ലാം ചെയ്തു കൂട്ടുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഡോക്ടർ എന്ന് ഭയക്കേണ്ട കാര്യം, ഡോക്ടർ ആവശ്യമുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഡോക്ടറെക്കാട്ടിയും വലിയൊരു കക്ഷി ആ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തി, ഡോക്ടറുടെ തന്നെ നിയന്താവായ ആ ശക്തിയും ദേവിയാണ് വയറ്റിക്കിടന്നിട്ട് ഇതെല്ലായിട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. ഗുണങ്ങളുടെ അനുഭവിക്കുന്നത് ഈ ജീവാത്മാവാണ്. ജീവാത്മാ സ്വരൂപമാണ്. ജീവാത്മാവാണ് ഈ ഗുണങ്ങളെല്ലാം അനുഭവിക്കുന്നത്. മായാമയിയായ ലക്ഷ്മി ദേവി ദേഹേന്ദ്രിയങ്ങളാണ്. അതായത് ശരീരം എന്നത് ലക്ഷ്മി ദേവിയും അത് അന്ധകരണങ്ങളുടെ സ്വരൂപമാണ്. അങ്ങ് സകല ദേവികളുടെയും ആത്മചൈതന്യമാണ്. അപ്പൊ ഈ ജനിക്കുന്ന കുട്ടിയുടെ ചൈതന്യം ആ ഈശ്വരനും ആ ദേഹം ആ ഭഗവതിയുമാണ്. ലക്ഷ്മി നാമരൂപവും, ഇനി ആ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ നാമരൂപം ലക്ഷ്മിയും, നിന്തിരുവടിയെ അവയെ പ്രകാശിപ്പിക്കുന്നവനും ആണ്. ഈ പറഞ്ഞുകൊണ്ടുവരുന്നതെല്ലാം എന്തിനു വേണ്ടിയാണ്?
പ്രസവിക്കുന്ന കുട്ടിയോട് അല്ല പ്രസവിക്കാൻ പോകുന്ന സ്ത്രീയോട് പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതിൻ്റെ ഒരു ശക്തി വിശേഷമുണ്ട്, അതിനെ നീ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവക്കൊന്നുണ്ടാവില്ല, ഒരു ധൈര്യം കിട്ടും. പിന്നെ ഞാനെന്തിനെ പഠിക്കുന്ന എല്ലാം അത് തന്നെയാണ് വലിയൊരു ശക്തി. ഡോക്ടറെ കാട്ടി എത്രയോ 10 മടങ്ങി ചിന്തിക്കാൻ പോലും കഴിവ് പരിധിയില്ലാത്ത ശക്തി വിശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതിലൂടെ അവരെ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഭവവികാസങ്ങളുടെ എല്ലാം ഈശ്വരൻ, നമ്മൾ ഇതിൻ്റെ അകത്തൊരു വെറും ഒരു ഗർഭപാത്രം മാതിരിയേ ഉള്ളൂ. നമ്മൾ അതേമാതിരി ജീവിതത്തിലും നമ്മളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അനുസരിച്ച് ആടുന്ന ഒരു ജീവി. ഈ സത്യമാണ് വേദങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രസവിക്കുന്ന സ്ത്രീയുടെ അടക്കവും ഈ കഥ കൊണ്ട് പിടിപ്പിച്ചു വെച്ചിരിക്കുക, ഈ ഒരു സംഗതി പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്റെ പിന്നാലെ പറയുന്നു, ഈ വിധം നിങ്ങൾ ഇരുവരും ലോകത്തിന് വരദാനം ആയിരിക്കും. അതായത് ഈ രണ്ടുപേരും കൂടിയിട്ടാണ് ലോകത്തിന് നയിക്കുന്നത്. അതുകൊണ്ട് എന്റെയും ഉന്നതാശകൾ ചാരിതാർത്ഥ്യമാക്കി തരണേ എന്ന് പറയുകയാണ്. എന്നിട്ട് എന്ത് പ്രാർത്ഥിക്കണം? നീയാണ് ഇതെല്ലാം നയിക്കുന്നത്. ഇവൾ അങ്ങോട്ട് പറയണം ഇങ്ങനെ, അത് മനസ്സിലാക്കാനല്ലേ പറയുള്ളൂ. എന്നിട്ട് എന്ത് പറയണം? നീയാണ് ഈ ലോകത്തെ മുഴുവൻ നയിക്കുന്നത്, എൻ്റെ കൊച്ചിൻ്റെ കാര്യം നീ നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. അത് നോക്കിക്കോളും. ഈ വിശ്വാസം ഡെവലപ്പായി വന്നാൽ മതി. അപ്പോൾ തന്നെ അതിനെ ഏൽപ്പിച്ച്, ആ വിശ്വാസത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഫ്രീ ആയി. ഇതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇങ്ങനെ നാരായണനെ ലക്ഷ്മിയോടുകൂടി സ്തുതിച്ച ശേഷം നൈവേദ്യത്തിന്റെ ശേഷം ആചമന ജലം എന്ത് വേണം കൊണ്ട് പുഷ്പാർച്ചന നടത്തണം. അത് ആ ചടങ്ങായിട്ട് അവിടെ പറയുകയാണ്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ശക്തിക്കാണ് നൽകുന്നത് എന്ന ചിന്തയിൽ വേണം ചെയ്യാൻ. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അത് പിടിക്കാതെ കൊണ്ടാണ് പുറത്തുള്ള ഒരു ആചാരം വെച്ചിരിക്കുന്നത്. കാരണം ക്ഷേത്രങ്ങളെല്ലാം സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് ഉള്ളിലുള്ള ദൈവത്തെ മനസ്സിലാക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് അവർ ഓടി നടക്കുകയാണ്. എന്നാൽ പിന്നെ ഇതാ പറ്റോ, ഈ ഒരു കല്ലിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. പക്ഷെ അവിടെ എത്തിയാലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ദേവനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്, കണ്ണും കൂട്ടിയിട്ട് പിന്നെ മനസ്സിൽ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് കണ്ണും കൂട്ടിയിരുന്നിട്ട് മനസ്സിൽ സങ്കല്പിച്ചാൽ മതി, ആ ഈശ്വരൻ നീയല്ലേ ഇല്ലാത്തുള്ളത്, എന്നിലുള്ളത് എന്ന്. അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ ഇത്രയെല്ലാം ചെയ്ത് ആടെ എത്തി അവസാനം അതിൻ്റെ മുമ്പിലെത്തുമ്പോൾ കണ്ണും കൂട്ടിയിട്ട് പിന്നെ മനസ്സിൽ തന്നെ കാണാൻ തുടങ്ങും. ഇങ്ങനെ പറഞ്ഞ് മൂക്കുപിടിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് ചെയ്താൽ മതി. വീട്ടിൽ തന്നെ ധാരാളം മതി. അനന്തരം 14. അനന്തരം ഭക്തിഭാവത്തോടു കൂടിയ ചിത്തത്തോടുകൂടെ സ്തോത്രം സ്തുതിക്കുക. ഈ സ്തോത്രങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഹോമശേഷത്തെ പ്രസാദം സ്വീകരിച്ച ശേഷം പിന്നെയും ഭഗവാനെ അർച്ചിക്കണം. പിന്നെ 17. പിന്നെ ഈശ്വര സങ്കല്പത്തിലൂടെയും ഭക്തിയോടെയും ഭർത്താവിനെ ആരാധിക്കണം. അതിനുശേഷം ഇതെല്ലാം ചെയ്തിട്ട് ഭർത്താവിനെ എന്ത് വേണം? ഈശ്വരനായി സങ്കല്പിച്ചുകൊണ്ട് ആരാധിക്കണം. അപ്പൊ അവസാനം ഭർത്താവിലേക്കാണ് ഈശ്വരനിൽ എത്തിച്ചേർന്നത്. കാരണം ഈ ഭർത്താവ് രണ്ടും കൂടിയാലേ ദ്വയമാവുകയുള്ളൂ. ഒരു ശരീരം പൂർണ്ണമാകുന്നത് രണ്ടും കൂടിയാലാണ്. ഭാര്യയും ഭർത്താവും കൂടിയാലേ ഫുള്ളാവുകയുള്ളൂ. അതുകൊണ്ട് ഭർത്താവിനെയും വിട്ടിട്ട് മറന്നുകൊണ്ട് ദൈവത്തിന്റെ പിന്നാലെ പോകരുത്. ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഉള്ളിലെ ദൈവത്തെ കാണണം. അതേപോലെ തന്നെ പൂർണ്ണമാകുന്നത് എങ്ങനെയാണ്?
അർദ്ധനാരീശ്വരനാണ്. ആ ഭർത്താവിനെയും കൂടിയും ദൈവമായിട്ട് ആരാധിക്കണം. ഭർത്താവ് എന്ത് ചെയ്യണം? അവളുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പതിപ്പിക്കണം. അപ്പം കൊച്ചുണ്ടാകുമ്പോൾ ഭർത്താവ് അവളുടെ എല്ലാ ആഗ്രഹങ്ങളും, ചെറുതും വലുതുമായ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ രണ്ടുപേരും അവൾക്കതൊരു സപ്പോർട്ടാണ്. കാരണം അവൾക്കൊരു ധൈര്യം കിട്ടുന്നത് ഭർത്താവും കൂടി ഉണ്ടാകുമ്പോൾ പ്രസവമെല്ലാം സുഖമായിട്ട് നടക്കും. അതിനു വേണ്ടിയാണ് ഈ ഭർത്താവും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നത്. കാരണം ഭർത്താവും അവൾക്കുള്ള ഒരു കൈത്താങ്ങാണ്. കാരണം അവളുടെ അർത്ഥഭാഗമാണ് ഭർത്താവ്. ആ ഭർത്താവില്ലെങ്കിൽ ആ പ്രസവം അവൾക്ക് അത് വലിയൊരു പ്രയാസം തന്നെയാണ്. പക്ഷെ ഭർത്താവ് കൂടി ഉണ്ടെങ്കിൽ അതിലുള്ള ഒരു ധൈര്യം, ശക്തി വേറെ തന്നെയാണ്. ആ ശക്തി അത് ഈശ്വരനെ വിചാരിച്ചുകൊണ്ടൊന്നും കിട്ടുക. ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഒരു ശക്തി കിട്ടുന്ന ഈശ്വര ശക്തി വേറെ തന്നെയാണ്. കാരണം അത് തന്നെയാണ് ഈശ്വരൻ. അത് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും വലിയ ഈശ്വരൻ ഭർത്താവാണ്. ഇനി 18 ദമ്പതികളിലെ ഏതെങ്കിലും ഒരാൾ ചെയ്തത് ഇതിന്റെ ഫലം രണ്ടുപേരും അനുഭവിക്കുന്നു. അവിടെ പറഞ്ഞു വെക്കുകയാണ്. രണ്ടും ആരെന്ത് ചെയ്താലും അതിന്റെ ഫലം രണ്ടുപേർക്കുമാണെന്ന് പറഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും കൂടിയത് രണ്ടും ഒന്നാണ്. ഒന്നെന്ന നിലയിൽ വേണം പോകാൻ. അതിന് വേണ്ടിയിട്ടാണ് ഭർത്താവ് ചെയ്താലും ഭാര്യ ചെയ്താലും നല്ല ചെയ്യുകയാണെങ്കിൽ രണ്ടുപേർക്ക് അതിന്റെ ഫലം കിട്ടും. രണ്ടുപേരും മോശം ചെയ്യുകയാണെങ്കിൽ മോശം ഫലം രണ്ടുപേർക്കും കിട്ടും. അതുകൊണ്ട് ഒന്നെന്ന മനസ്ഥിതിയോടുകൂടി പോകണം. ഇതെല്ലാം അവളുടെ മനധൈര്യത്തിന് ആ നിലയിൽ പോകാൻ വേണ്ടി പറയുകയാണ്. ഭാര്യ ഈ വ്രതം അനുഷ്ഠിക്കുന്നതിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഭർത്താവ് അനുഷ്ഠിച്ചാലും മതി എന്ന് പറയാണ്. ഭർത്താവ് ഇങ്ങനെ ചെയ്താലും മതി, പക്ഷെ ഒരിക്കലും മുടക്കരുത്. ഇനി 20 ബ്രാഹ്മണരെയും ഭർത്തമതികളായ സ്ത്രീകളെയും പൂമാല, ചന്ദനം, നൈവേദ്യം, അലങ്കാരം എന്നിവയാൽ ആരാധിക്കണം. സ്ത്രീകളെയും ഭർത്തൃമതികളായ സ്ത്രീകളെയും ബ്രാഹ്മണരെയും, ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞത് ബുദ്ധിയുള്ള ആൾക്കാരെ, ഇതിന് സഹായകരമായ ആൾക്കാരെയും, ഭർത്തൃമതികളായ സ്ത്രീകളെ, ഭർത്താവുള്ള സ്ത്രീകൾക്ക് എന്തുണ്ട്, കുറേ സഹായിക്കാൻ പറ്റും. കാരണം എന്തെങ്കിലും ഡൗട്ടെല്ലാം ഉണ്ടെങ്കിൽ തീർക്കാൻ പറ്റിയത് ഭർത്താവുള്ള സ്ത്രീകൾ തന്നെയാണ്. അല്ലാതെ കല്യാണം കഴിക്കാതെ പെമ്പിളരോട് ചോദിച്ചിട്ട് വല്ല കാര്യമില്ല. എൻ്റെ ഭർത്താവുള്ള സ്ത്രീകളെയെല്ലാം ബഹുമാനിക്കണം, ആരാധിക്കണം. അവർക്ക് പൂമാലയും ചന്ദനെല്ലാം കൊടുത്തിട്ട് ആരാധിക്കണം. എന്നിട്ട് വ്രതനിഷ്ഠയോടുകൂടി ഭഗവാനെയും ആരാധിക്കണം, ഭജിക്കണം. എന്നിട്ട് ഭഗവനെ നിവേദിച്ചതിനെ മനസ്സിനെ പരിശുദ്ധമാക്കിയതിന്റെ ശേഷം നമ്മുടെ എല്ലാ അഭിലാഷങ്ങളും സാധിക്കണം എന്ന നിലയിൽ ആഹാരിക്കണം. അതായത് ഭഗവാന് നിവേദിച്ചത് സ്വയം കഴിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ എന്ത് ഭഗവാന് നിവേദിച്ചാലും പൊങ്കാല ഇട്ടാലും അവസാനം കൊടുക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഭഗവാന് തന്നെയാണ്. കാരണം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ പുറത്ത് കിടക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് കൊടുത്തിട്ട് എന്നിട്ട് തിന്നുന്നത്. ഫലം എന്താണ്, ശരീരത്തിലെ കൊച്ചിന് കിട്ടും. പക്ഷേ ഇത് മോഡേൺ സയൻസിൽ അതൊന്നും ചിന്തിക്കില്ല. മോഡേൺ സയൻസിൽ ഡോക്ടർ പറയും ഇന്ന വിറ്റമിൻ, ഇന്ന ഗുളിക, ഇതെല്ലാം വാങ്ങിക്കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങിക്കഴിക്കും. രണ്ടും ഫലം ഒന്ന് തന്നെ. മറ്റേത് ദൈവത്തിന് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു ആചാരത്തിന്റെ പേരിൽ ചെയ്തേ പേടിച്ചിട്ട് ചെയ്യും. ഇതെല്ലാം ചെയ്തല്ലേ പറ്റൂ എന്ന് വെച്ചുകൊണ്ട് പണമില്ലെങ്കിലും ഇതെല്ലാം ചെയ്യും. പക്ഷെ ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ ഡോക്ടർ വൈറ്റമിൻ ഗുളികയെല്ലാം കഴിക്കാൻ പറ്റും. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പൈസ എവിടെ, അതിനെല്ലാം ഭയങ്കര വിലയാണ്. അതുകൊണ്ട് വേണ്ട എന്ന് വെച്ച് കളയും. ഡോക്ടർ പറഞ്ഞ വലിയ ദിവസവും ഡോക്ടർ പറയും പഴം കഴിക്കണം, മറ്റേത് പാല് കഴിക്കണം, മറ്റേത് കഴിക്കണം, ഇത് കഴിക്കണം എന്നെല്ലാം പറയും. ഇതെല്ലാം വാങ്ങാൻ പൈസ കിടക്കും. പക്ഷെ ഈ ആചാരമാകുമ്പോൾ ഭയത്തിന് ഈശ്വരനെ പേടിച്ചിട്ട് ഇതെല്ലാം ആൾക്കാരും എല്ലാം കൊണ്ടു കൊടുക്കും. അതെല്ലാം വെച്ചിട്ട് നടത്തും.
അപ്പൊ ലക്ഷ്യം ഏതാണ് കുറച്ചും കൂടി പ്രാക്ടിക്കൽ എന്ന് ചോദിച്ചാൽ ദൈവത്തിനെ പേടിച്ചിട്ടാണെങ്കിലും ഈ തരത്തിലാണ് കൊച്ചിന് കിട്ടുക. അല്ലാതെ ഡോക്ടർ നിർദ്ദേശിക്കുന്നതാണെങ്കിൽ പൈസ ഉണ്ടെങ്കിലേ വാങ്ങുള്ളൂ, ഇല്ലെങ്കിൽ അതൊന്നും വേണ്ട ആവശ്യമില്ല. പണ്ടത്തെ കാലത്ത് അല്ല ഇങ്ങനെയല്ല ആക്കിയിട്ടാണ്. ഡോക്ടർ അങ്ങനെ വല്ലതും പറയും, എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ വലപ്പിക്കളയും. പക്ഷെ ഇതില് അതുണ്ടാവില്ല, ആ ചടങ്ങ് തന്നിട്ടില്ല. അപ്പൊ ഇതെല്ലാം നല്ല ഉദ്ദേശം വെച്ചെല്ലാം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പതിവ്രതയായ സ്ത്രീ ഈ വിധം 12 മാസക്കാലവും അനുഷ്ഠിച്ചതിന് ശേഷം കാർത്തിക മാസത്തിലെ ഒടുക്കത്തെ നാളിൽ അത് മതിയാക്കാം. അങ്ങനെ ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കുക. പിറ്റേന്നാൾ സ്നാനാദികൾ കഴിഞ്ഞ ശേഷം വിഷ്ണു ഭഗവാനെ പൂജിച്ച് പാലിൽ വേവിച്ച ഹവിസ്സിനാൽ നെയ്യോടുകൂടെ ഭർത്താവ് 12 ആഹൂതികളെ അഗ്നിയിൽ ഹോമിക്കുന്നു. അഗ്നിയിൽ വെച്ചിട്ട് കൊച്ചിന് ഇന്ന ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പച്ചരി, അരി, വെള്ളത്തിൽ വേവിച്ച അരി, പാലിൽ വേവിച്ച അരി, ഇങ്ങനെയെല്ലാം പഴങ്ങളിട്ട് വേവിച്ച അരി, ഇങ്ങനെയെല്ലാം ചില ക്രിയകള് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടി വെളുത്ത് കിട്ടാൻ, ബുദ്ധിയുള്ളവനാകാൻ, അല്ലെങ്കിൽ ഇപ്പോൾ പുള്ളിക്ക് ഇന്ന ഗുണങ്ങളെല്ലാം കിട്ടാൻ അതേപോലെയുള്ള ഒരു ആഹാരമാണ് പാലിൽ വേവിച്ച നെയ്യും ചേർത്തിട്ട് കഴിക്കും. ഇതേമാതിരിയുള്ളത് ഉപനിഷത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് കുട്ടിക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി 23. ഇനി സന്തുഷ്ടരായ ബ്രാഹ്മണര് എന്ന് പറയുമ്പോൾ അവർക്ക് ബുദ്ധി ഉപദേശിക്കുന്ന, ഇന്നത്തെ കാലത്ത് ഡോക്ടറും എല്ലാം ബ്രാഹ്മണരായിട്ട് കൂട്ടണം, അവർക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം നൽകുന്നത്. ഈ പരിചരണ കാലത്ത് 1 വർഷക്കാലത്ത് അവർക്ക് ഉപദേശിച്ച്, ഇപ്പം പണ്ട് കാലത്തെല്ലാം മുത്തച്ഛിമാരെല്ലാം അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ഡോക്ടറോ ആരാണ്, അവരെല്ലാം തന്നെ ബ്രാഹ്മണരാണ്. അവരുടെ ആശീർവാദത്തോടു കൂടി ഏറ്റുവാങ്ങി അവരുടെ അനുവാദത്തോടു കൂടി ഭക്ഷണം കഴിക്കുക. പിന്നെ മൗനം അവലംബിച്ചുകൊണ്ട് ഭർത്താവാണ് ചെയ്തതെങ്കിൽ ബന്ധുക്കളോടുകൂടി സൽപുത്ര ലാഭത്തിനായി ശേഷിച്ച ഹവിസ് പത്നിക്ക് നൽകുക. പത്നിക്ക്, ഭർത്താവാണ് ചെയ്യുന്നതെങ്കിൽ പത്നിക്ക് നൽകുക. എന്നിട്ട് 25 പറയാണ്, ഈ വിഷ്ണു സംബന്ധിയായി വ്രതത്തെ പുരുഷൻ വിധി പോലെ ആചരിക്കുകയാണെങ്കിൽ, ഇത് പ്രസവത്തിന്റെ സമയത്തൊന്നും വേണമെന്നൊന്നുമില്ല, പുരുഷന്മാർ ആചരിച്ചാലും അവർ ഈ ലോകത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിക്കും. എന്തിനാണ് വേണ്ടി ഇത് ആചരിക്കുന്നത്? അങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു ശക്തി വിശേഷമാണ് നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത്. നമ്മളില്ലാത്ത ഒരു പ്രതിമ മാത്രമായിട്ട്, ഒരു കമ്പ്യൂട്ടർ മാതിരി മാത്രമാണ് എന്നുള്ള സത്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. 108 ഉപനിഷത്തിലൂട്ടിയും പറഞ്ഞിട്ടും തലയിൽ കയറാത്തതിന് ഇങ്ങനെ കുറെ ഈ ലോകത്തിലുള്ള എന്താഗ്രഹിച്ചാലും കാര്യം സാധിക്കുന്നു പറഞ്ഞാൽ അമ്പിളിമാവനെ പിടിച്ചു തരണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ ചിന്തിച്ചൂടെ, ഇതെന്താണ്? മനുഷ്യരെ കൊണ്ട് ഈ സത്യം മനസ്സിലാക്കിപ്പിക്കുക. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, നമ്മളൊന്നും ആഗ്രഹിക്കില്ല. കാരണം ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം അത് തീരുമാനിക്കുന്ന വലിയ കാര്യം നടക്കും. കാരണം ദിതി വിചാരിച്ചിട്ടും നടന്നില്ല. സ്ത്രീ ആചരിച്ചാൽ സൗഭാഗ്യം, ഐശ്വര്യം, സന്തതി, ദീർഘായുസുള്ള ഭർത്താവ്, നല്ല പേര്, നല്ല ഭവനം എന്നിവ ലഭിക്കും. ഇനി 26 പറയുകയാണ്, വിവാഹം കഴിക്കാത്ത പെൺകിടാവാണെങ്കിൽ അവർക്ക് സകല ലക്ഷണങ്ങളൊത്ത ഭർത്താവിനെ ലഭിക്കും. വിധവകളാകട്ടെ അവരുടെ പാപങ്ങളെല്ലാം സദ്ഗതി പ്രാപിക്കും. സന്താനനാശം സംഭവിച്ചവർക്കാണെങ്കിൽ ദീർഘായുസുള്ള പുത്രന്മാരെ ലഭിക്കും. സന്താനം നശിച്ചവർക്കാണെങ്കിൽ ഈ ദീർഘായുസുള്ള പുത്രന്മാരെ ലഭിക്കും. ധനാഢ്യായതിനു ശേഷം ദൗർഭാഗ്യം നേരിട്ടാൽ, നല്ല കുലത്തിലെല്ലാം ജനിച്ച് നല്ല പൈനത്തിലെ ഉന്നതിയിലെത്തി പെട്ടെന്ന് തകർന്നു പോകയാൽ ആ സൗഭാഗ്യവതിയാക്കി തിരിച്ച് സൗഭാഗ്യം നേടിത്തരും. വൈരൂപ്യമുള്ളവളാണെങ്കിൽ രൂപഭംഗി ഉണ്ടാക്കി തരുന്നല്ലാണ് പറയുന്നത്. കാണാൻ കൊള്ളൂല്ലെങ്കിൽ രൂപഭംഗി. അപ്പൊ അതിനെല്ലാം എത്ര ലിമിറ്റ് ഉണ്ടെന്ന് ചിന്തിച്ചോളാം. രോഗഗ്രസ്തരായാണെങ്കിൽ രോഗത്തിൽ നിന്ന് മുക്തി ലഭിക്കും. അവർക്ക് ഇന്ദ്രിയ ബലങ്ങളോടുകൂടിയ കേൾപ്പുള്ള ശരീരം ലഭിക്കും. ശ്രാദ്ധകർമ്മങ്ങളെല്ലാം ചെയ്യുന്നവർക്കാണെങ്കിൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കും. എന്നിട്ട് 28 പറയാണ്,
ഹോമ പരിസമാപ്തിയിൽ ഇങ്ങനെ ഹോമം ചെയ്തതിൻ്റെ ശേഷം ഈ വ്രതം അനുഷ്ഠിച്ചാൽ അഗ്നിദേവനും ശ്രീ ഭഗവതിയും ശ്രീ മഹാവിഷ്ണുവും സംതൃപ്തരായാൽ എല്ലാ തരത്തിലുള്ള അഭിലാഷങ്ങളും അഭിഷ്ടങ്ങളും സ്ഥാപിക്കും. മരുത്തുക്കളുടെ മഹത്വമുള്ളതും മരുത്തുക്കളെ പറ്റിയുള്ള ഈ മഹത്വകരമായതും അദ്ദേഹത്തിൻ്റെ ഉത്ഭവങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും ദിതിയുടെ മഹത്തായ വ്രതങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ അങ്ങേക്കായിട്ട് വിസ്തരിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞു. അതായത് അദ്ദേഹം ചോദിച്ചതിന് വിസ്തരിച്ച് ദിതിയുടെ ചരിത്രവും മരുത്തുക്കളുടെ മഹത്വവും എല്ലാം വിവരിച്ച് കൊടുത്തു. അങ്ങനെ ഈ സ്കന്ധം കഴിയുകയാണ്.